ഗൗരി രുദ്രാക്ഷം ഭാഗം 4. രചന അവതരണം കാവ്യ വിമൽ. ചന്ദ്രഗിരി ശിവക്ഷേത്രത്തിലെ ദീപാരാധന അവസാനിച്ചതോടെ ക്ഷേത്രമുറ്റത്ത് ഭക്തരുടെ തിരക്ക് പതിയെ കുറഞ്ഞു. എങ്കിലും ക്ഷേത്രത്തിൻ്റെ ആൾത്തറയ്ക്ക് മുന്നിൽ നിരത്തിയിട്ടിരിക്കുന്ന കസേരകളിലായി ചന്ദ്രഗിരിയിലെ പ്രമാണിമാരും ഉത്സവ കമ്മിറ്റി അംഗങ്ങളും ഒത്തുകൂടിയിരുന്നു. കാളിമന, കരിമ്പനയ്ക്കൽ കൂടാതെ ഗ്രാമത്തിലെ മറ്റ് തറവാടുകളിലെ കാരണവന്മാരും അവിടെ സന്നിഹിതരായിരുന്നു. കുംഭം 13 ആരംഭിക്കുന്ന ചന്ദ്രഗിരി ശിവക്ഷേത്ര മഹോത്സവത്തിൻ്റെ അവസാന ഒരുക്കങ്ങൾ വിലയിരുത്താനായിരുന്നു ആ യോഗം. എല്ലാവരും എത്തിയ സ്ഥിതിക്ക് നമുക്ക് യോഗം ആരംഭിക്കാം, പ്രസിഡന്റ് എഴുന്നേറ്റ് നിന്ന് പറഞ്ഞതും എല്ലാവരും നിശബ്ദരായി. മുൻ വർഷങ്ങളിലെ പോലെ തന്നെയാകും എല്ലാ കാര്യങ്ങളും. ക്ഷേത്രപൂജയുടെ ചിലവുകളൊക്കെ കരിമ്പനയ്ക്കലും കാളിമനയും കൂടി ഏറ്റെടുക്കില്ലേ? പ്രസിഡന്റ് സംസാരം നിർത്തി ഇരുഭാഗത്തും ഇരിക്കുന്ന തറവാട്ടുകാരെ നോക്കി. പ്രസിഡന്റ്, കരിമ്പനയ്ക്കലിൻ്റെ പങ്ക് എല്ലാ വർഷത്തെയും പോലെ തന്നെ തന്നിരിക്കും. ജാനകിയമ്മ കരിമ്പനയ്ക്കൽ തറവാടിൻ്റെ ഭാഗം വ്യക്തമാക്കിയതും കാളിമന തറവാടും മുൻ വർഷങ്ങളിലെ പോലെ തന്നെ എല്ലാം ചെയ്തിരിക്കും, ശങ്കരനാരായണനും വ്യക്തമാക്കി. അതുപോലെ തന്നെ എല്ലാ വർഷവും ഉത്സവത്തിൻ്റെ അവസാന ദിവസം നടത്തുന്ന കളരിപ്പയറ്റ് മത്സരം ഈ വർഷവും നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. പ്രസിഡന്റ് അത് പറഞ്ഞപ്പോൾ കൂടിയിരുന്ന നാട്ടുകാർ ആവേശത്തിലായി. കഴിഞ്ഞ 2 വർഷവും അന്യനാട്ടിൽ നിന്നാണ് ആളുകൾ കളരിപ്പയറ്റിന് വന്നിരുന്നത്. എന്നാൽ ഇപ്രാവശ്യം നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ, അതായത് കരിമ്പനയ്ക്കലിൽ നിന്നും കാളിമനയിൽ നിന്നും അത് പ്രതീക്ഷിക്കുന്നു. പ്രസിഡന്റ് പ്രതീക്ഷയോടെ ഇരുവശത്തെയും കാരണവന്മാരെ നോക്കി. പ്രസിഡന്റ്, കരിമ്പനയ്ക്കൽ ഇറങ്ങും ഇപ്രാവശ്യം. ജാനകിയമ്മ ഉറച്ച സ്വരത്തിൽ അത് പറയുമ്പോൾ ഒരു വേള അവരുടെ നോട്ടം എല്ലാം കേട്ട് താടിയുഴിഞ്ഞുകൊണ്ടിരുന്ന രുദ്രനിലേക്ക് നീണ്ടു. കാളിമനയിൽ നിന്നും ഇപ്രാവശ്യം അംഗത്തിനിറങ്ങും. ശങ്കരനാരായണൻ അത് പറഞ്ഞതും എല്ലാവരുടെയും നോട്ടം ശിവദത്തനിലേക്ക് നീണ്ടു. ഇനി നമുക്ക് ഉത്സവ കമ്മിറ്റി അംഗങ്ങളെ തിരഞ്ഞെടുക്കാം, പ്രസിഡന്റ് പറഞ്ഞതും ഇരു കരക്കാരും ചേർന്ന് 10 പേരെ തിരഞ്ഞെടുത്തു. കരിമ്പനയ്ക്കലെ ജാനകിയമ്മയുടെ മൂത്ത പുത്രൻ ദേവനാഥനും കാളിമനയിലെ മൂത്തയാൾ മാധവനും അതിൽ ഉണ്ടായിരുന്നു. അംഗങ്ങളെ തിരഞ്ഞെടുത്ത ശേഷം ആദ്യ യോഗം അവസാനിപ്പിച്ച് എല്ലാവരും മടങ്ങി. ഗൗരിയേച്ചി. ഗൗരിയുടെ റൂമിൻ്റെ ഡോറിൽ തട്ടി കിച്ചുവും കണ്ണനും അകത്തേക്ക് കയറി. എന്താണ് രണ്ടുപേരും കൂടി ഈ വഴി? ഉച്ചയ്ക്കും കണ്ടില്ലല്ലോ. ചെയ്തുകൊണ്ടിരുന്ന ഏതോ വർക്ക് പകുതിയിൽ നിർത്തിവച്ചവൾ അവരോടായി തിരക്കി. അത് ഞങ്ങൾക്ക് ട്യൂഷൻ ഉണ്ടായിരുന്നു, കിച്ചുവാണ് പറഞ്ഞത്. ചേച്ചി ഇനി എന്നാ തിരികെ ഹോസ്റ്റലിലേക്ക് പോകുന്നത്? കണ്ണൻ്റെ വകയാണ് ചോദ്യം. അവളൊന്ന് ചിരിച്ചു. ഇനി ഇപ്പോഴേ പോകുന്നില്ല, ഉത്സവമൊക്കെ കഴിയട്ടെ. പിന്നെയും ഒരു പുഞ്ചിരി. ചേച്ചിക്ക് ഇവിടത്തേക്കാളും ഇഷ്ടം ഹോസ്റ്റലാണല്ലേ? അതെന്താ? അവൾ ചെയ്തു വെച്ച പേപ്പർ വർക്കൊക്കെ എടുത്ത് നോക്കുന്ന കൂട്ടത്തിൽ കണ്ണൻ സംശയത്തോടെ തിരക്കി. അവിടെ എനിക്ക് ഗൗരിയായി കഴിയാം. ഒറ്റ മറുപടി. മനസ്സിലായില്ലെങ്കിലും ചിരിച്ചവർ. എൻ്റെ സ്വപ്നങ്ങൾ എത്തിപ്പിടിക്കാൻ ഹോസ്റ്റൽ ജീവിതമാണ് മക്കളെ നല്ലത്. കണ്ണൻ്റെ കയ്യിൽ നിന്ന് പേപ്പർ തിരികെ വാങ്ങി വച്ചവൾ പറയുമ്പോൾ 2 പേരും അവളെ തന്നെ നോക്കി. ഇത് കഴിഞ്ഞാൽ എന്താ ചേച്ചിയുടെ പ്ലാൻ? കിച്ചു ചോദിച്ചു. ഫാഷൻ ഡിസൈനിങ് പഠിച്ചു കഴിഞ്ഞിട്ട് എല്ലാവരും എന്താ ചെയ്യുക? എനിക്ക് സ്വന്തമായൊരു ബ്യൂട്ടിക്ക് തുടങ്ങണം. ഒന്നിൽ നിന്ന് പല ബ്രാഞ്ചസിലോട്ട് അവയെ ഉയർത്തിക്കൊണ്ട് വരണം. കേരളത്തിലും ഇന്ത്യയിലും അറിയപ്പെടുന്നൊരു ഫാഷൻ ഡിസൈനർ ആകണം. അങ്ങനെ കുറേ ആഗ്രഹങ്ങളുണ്ടെനിക്ക്. ഗൗരി ആവേശത്തോടെ തൻ്റെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും പറയുമ്പോൾ അതേ ആവേശത്തിൽ തന്നെ കണ്ണനും കിച്ചുവും അത് കേട്ടിരുന്നു. രാത്രി കുറേ വൈകിയ ശേഷമാണ് 2 പേരും ഗൗരിയുടെ അടുത്ത് നിന്ന് ഇറങ്ങിയത്. അവരുടെ സംസാരവും കളിയും ചിരിയുമൊക്കെ അവൾക്കും ഇഷ്ടമാണ്. അവർ പോയതും ബാക്കിയുണ്ടായിരുന്ന പ്രോജക്റ്റൊക്കെ ചെയ്ത ശേഷം ഓരോന്നോർത്തിരുന്ന് എപ്പോഴോ അവളും ഉറക്കത്തിലേക്ക് വീണു. പുലർച്ചെ കരിമ്പനയ്ക്കൽ തറവാട്. കളരിയിലെ ചുവന്ന മണ്ണിൽ നഗ്നപാതനായി നിന്നു രുദ്രൻ. നെറ്റിയിൽ വിയർപ്പുതുള്ളികൾ. കണ്ണുകളടച്ച് മഹാദേവനെ ധ്യാനിച്ച് നിൽക്കുകയാണ്. അടുത്ത നിമിഷം ഗുരുവിനെ വണങ്ങി കളരിയിലേക്കിറങ്ങി. മെയ്പ്പയറ്റിൻ്റെ ഓരോ ചുവടും വർഷങ്ങളുടെ പരിശീലനം വിളിച്ചോതുന്നതായിരുന്നു. വിയർപ്പ് ചുവന്ന മണ്ണിലേക്ക് ഇറ്റി വീഴുമ്പോഴും അവൻ്റെ മനസ്സിൽ ഒരേയൊരു ചിന്ത മാത്രം: കരിമ്പനയ്ക്കൽ തോൽക്കരുത്. ദൂരെയിരുന്ന് നോക്കി നിന്ന മുത്തശ്ശിയുടെ കണ്ണുകളിൽ അഭിമാനത്തോടൊപ്പം പറയാനാകാത്ത ഒരു ഭയവും നിറഞ്ഞിരുന്നു. കരിമ്പനയ്ക്കൽ തറവാട്ടിൽ നിന്ന് രുദ്രനാണെങ്കിൽ കാളിമനയിൽ നിന്ന് ശിവദത്തനാകും അംഗത്തിനിറങ്ങുക.
രുദ്രനൊപ്പം തന്നെ മിടുക്കനായവൻ. തുല്യശക്തിയുള്ള രണ്ടുപേരും ഓർത്തതേ ജാനകിയമ്മയുടെ ഉള്ളിൽ വല്ലാത്തൊരാധി ഉടലെടുത്തു. തുടരും. കൂട്ടുകാരെ, സ്റ്റോറി ഇഷ്ടമായാൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. താങ്ക് യു.